ഹലോ, അസ്സലാമലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കും, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ അടുക്കളയിലത്തെ പരിപാടികളാണ് കേട്ടോ. ശ്വാസം മുട്ടലും പനിയൊക്കെ നല്ലവണ്ണം ഉണ്ട് കേട്ടോ. അപ്പം വോയിസ് വിടുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണും. പിന്നെ തൈറോയിഡിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്, ഫിക്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആകപ്പാട് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പറയുമ്പം ചെറിയ ചിരിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആകപ്പാട് ടെൻഷൻ അടിച്ച ജീവിതമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഈ ഫിക്സ് എന്ന് പറഞ്ഞ സംഭവമാണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വണ്ടി എടുക്കരുതെന്ന് വരെ ഡോക്ടർ പറഞ്ഞു കേട്ടോ. ഇപ്പം അടിക്കടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പം തേനിയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ കാണിച്ചിട്ട് വലിയ കുറവില്ലാത്തതുകൊണ്ട് ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് മാനസികമായിട്ടും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതും സൈക്കാട്രിസ്റ്റിനെയും കാണിച്ചുകൊണ്ട് ഇരിക്കുന്നു കേട്ടോ. ആകെപ്പാടെ ഒരു തളർന്ന അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ വോയിസ് വിടുമ്പോഴും അതിലൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ കാണും. അതൊക്കെ കൂട്ടുകാരൊന്ന് ക്ഷമിച്ച് നിങ്ങളുടെ ഒപ്പം എന്നെയും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ട കറി വെച്ച് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ സബോള എല്ലാം അരിഞ്ഞ് അടുപ്പത്തിട്ടു, ഒന്ന് വരളം ആ സമയം കൊണ്ടൊന്ന് പാവയ്ക്ക ഒന്ന് തോരൻ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നും കൂടെ ഉള്ളൂ ഞാനും മക്കളും എല്ലാം കൂടെ അങ്ങോട്ടോ. നാളെ വെളുപ്പിനെ മക്കൾ എറണാകുളം പോവുകയാണ്. അതായത് അവരുടെ വാപ്പാടെ പെങ്ങളുടെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. കുറേ പേര് അവരുടെ വാപ്പാടെ എന്തിയെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡിവോഴ്സാണ്. അപ്പം ഞാനും മക്കളും മാത്രമാണ്. അപ്പോൾ വാപ്പായെക്കുറിച്ചൊന്നും ചോദിക്കുന്നവരുടെ ഇനി ഞാൻ റിപ്ലൈ തരികയില്ല. അപ്പം മക്കൾക്ക് ഞാനും എനിക്ക് മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അവരുടെ മാമിയുടെ വീട്ടിലൊക്കെ പോകും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ നാളെ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പം പിന്നെ അവർ പോയി കഴിഞ്ഞ് ഞാനും ചെറുക്കായി മാത്രമേ ഉള്ളിൽ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളത് പാവയ്ക്കയും റെഡിയാക്കിയൊക്കെ എടുക്കുന്നു. പിന്നെ മുട്ട കറി വെക്കാൻ എടുക്കും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുന്നത്, അല്ലെങ്കിൽ പറയുന്നതിൽ നിന്നും വ്യത്യാസമായി പോകുന്നുണ്ടതിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടുകാരൊന്ന് ക്ഷമിച്ചു തരണം കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോസൊന്നും നമ്മൾ ഫുള്ളായിട്ടിടുന്നില്ല. നമ്മൾ സബോളയൊക്കെ വരട്ടി റെഡിയാക്കി പൊടികളും കാര്യങ്ങളെല്ലാം ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ മുട്ട പൊളിച്ചിടും. കാടമുട്ടയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പൊളിച്ചിടാൻ ഇച്ചിരി പ്രയാസമാണ്. അതുമല്ല 2 ദിവസം അല്ല 1 ദിവസമെങ്കിലും പഴകിയ മുട്ട, അതായത് ഇന്നിടുന്ന മുട്ട നാളെ നാളത്തെ കഴിഞ്ഞ് എടുത്ത് കറി വെക്കുക. എളുപ്പം അത് പൊളിഞ്ഞ് വരും കേട്ടോ. ഇത് ഇന്നലെ വൈകിട്ട് എടുത്ത മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ട് എടുത്ത മുട്ട രാവിലെ എടുക്കുമ്പോൾ അത് പുഴുങ്ങിയാലും പൊളിക്കാൻ ഇച്ചിരി പാടാണ്. നമ്മൾ മുട്ടക്കറിക്കുള്ളതൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഇരിക്കുന്നു. പാവയ്ക്ക് അരിഞ്ഞ് റെഡിയാക്കിയും വെച്ചിട്ടോ. പാവയ്ക്ക് തോരൻ മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് മുഖമൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് മുഖമൊക്കെ ആകപ്പാടിരിക്കുന്നത്. അപ്പം ചെറുക്കായും മക്കളൊക്കെ മുറ്റത്ത് നിന്ന് ആകപ്പാട് വിളി, എന്താണ് സംഭവം എന്ന് ചെന്ന് നോക്കിയപ്പോൾ ആത്തേലും തെങ്ങേലും മുറ്റത്തേക്കുന്ന മരത്തേലും റേഷൻ മുറിലും ഒക്കെ നിറച്ചും ഒരു 100-500 കുരങ്ങുകളുണ്ട് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്ക് കുരങ്ങുകൾ അങ്ങനെ വരാറില്ലായിരുന്നു. നമ്മുടെ കാട്ടിൽ നമ്മൾ കച്ചവടം ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ കുരങ്ങുകളുണ്ട് എങ്കിലും നമ്മുടെ വീടുകളിലേക്ക് കയറി വന്നിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഈ ആത്തയില 2-3 ദിവസമായിട്ട് ഈ ആത്തയ്ക്ക് മുഴുവൻ കുത്തി താഴെ ഇടുന്നുണ്ട്. ഇതാരാ എന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം കള്ളനെ കയ്യോടെ പിടിച്ചെന്ന് പറഞ്ഞോട്ട് കണ്ടില്ലേ ഇരിക്കുന്നത്. ബ്രാഷം പൂട്ടും ഈ ആത്തയൊക്കെ കളയാൻ ഇനി ഇവന്മാർ മാത്രം മതി. ഇനി ഒരു സാധനം നമ്മുടെ മുറ്റത്തുനിന്ന് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല കേട്ടോ. ഇവന്മാർ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സാധനം കാണുകയില്ല. കണ്ടില്ലേ ബ്രാഷൻ പൂട്ടൊക്കെ ഇപ്പം തന്നെ കുത്തി താഴെ ഇടുന്നുണ്ട് കേട്ടോ. അന്ന് തിന്നുവാണെങ്കിൽ തിന്നത്തുമില്ല, എന്ന് പറിച്ച് വെറുതെ കളയാണ് കേട്ടോ. ഈ മരത്തേലും ഈ ആത്ത മരത്തേലും ഇപ്പുറത്തൊരുത്ത മരത്തേലെല്ലാം ബ്രാഷൻ പൂട്ട് നിറച്ചും കയറി കിടക്കുമായിരുന്നു കേട്ടോ. അതെല്ലാം കളയും. പിന്നെ ആത്ത മരത്തേൽ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഞങ്ങളിപ്പോൾ കല്ല് പിറക്കി എറിഞ്ഞിട്ടൊന്നും പോകുന്നില്ല കേട്ടോ. കണ്ടില്ലേ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് കേട്ടോ.
കുഞ്ഞുങ്ങളെ പക്ഷേ സത്യം പറഞ്ഞാൽ മനുഷ്യനെക്കാട്ടിലും സ്നേഹം മൃഗങ്ങൾക്കാണെന്ന് പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ. ഇത് ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക് ചാടി നടക്കുന്നുണ്ട് എങ്കിൽ ആ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് തന്നെയാണ് പിടിച്ചേക്കുന്നത് കേട്ടോ. എത്ര എണ്ണത്തിൻ്റെ ഈ കുഞ്ഞുങ്ങളുണ്ടെന്നറിയാം. നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അത് തിരിഞ്ഞിരിക്കുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ആ മരത്തേൽ അത് ഇപ്പുറത്തിരിക്കുന്നതിൻ്റെ അകത്തൊക്കെ എല്ലാം കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ കയ്യിൽ. അതാണ് അവരുടെ സ്വന്തം മക്കളെ അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചില്ലകൾ മാറിയാണ് ചാഞ്ഞ് ചാഞ്ഞ് ഓടിപ്പോകുന്നത് കേട്ടോ. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് എന്തോ കരിഞ്ഞ മണം ഓർമ്മ വന്നത് കേട്ടോ. ഓർമ്മ വന്നല്ല മണം നമുക്ക് സ്മെല്ല് വന്നു. അപ്പം ഓടിച്ചെന്ന് പിന്നെ നോക്കിയപ്പം പാവയ്ക്കാത്തോരൻ അടുപ്പിരിക്കുന്നു, നമ്മുടെ കറി ഇരിക്കുന്നു. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ മാവൊക്കെ കുഴച്ച് വെച്ചേക്കുമായിരുന്നു പൂരിക്ക്. അപ്പോൾ അത് പിന്നെ പൂരിക്ക് ഇനി മാവ് പരത്തണം. അങ്ങനെ ഓരോ പരിപാടികളുണ്ടോ. തോരനും വന്ന് ഓടി വന്ന് ഒന്ന് ഇളക്കി നോക്കി കേട്ടോ. വലിയ കുഴപ്പമില്ല. അപ്പോൾ അടിക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ ഞാൻ പാവയ്ക്കൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കി ഇടുവാണ്. പാവയ്ക്കെന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ചെറുക്കായി കടയിൽ പോയിട്ട് ഒന്ന് കറി വെക്കാൻ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പം തന്നെ മക്കൾ അങ്ങോട്ട് പറഞ്ഞു പാവയ്ക്ക മതി എന്ന് കേട്ടോ. അപ്പോൾ അവനും അത് തന്നെ മേടിച്ചുകൊണ്ട് വന്നു. മക്കൾക്ക് ഭയങ്കര ഇഷ്ടം. മക്കൾക്ക് എൻ്റെ 3 മക്കൾക്കും പാവയ്ക്ക ഏത് രീതി വെച്ച് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് തോരനാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തു. ഇതാ നമ്മുടെ മുട്ടക്കറിയായി. അപ്പോൾ ഇതാ പാവയ്ക്കത്തോരനുമായി ചോറ് നേരത്തെ നമ്മൾ കുക്കറിൽ കാണിച്ചായിരുന്നല്ലോ. ചോറ് റെഡിയായി. ഇനി അതൊന്ന് ഊറ്റിയിട്ടാൽ മതി കേട്ടോ. അതിന് ശേഷം കുഴച്ച് വെച്ച മാവ് നമ്മൾ ഉരുളകളാക്കുകയാണ് പൂരി ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ സമയം പൊയ്ക്കൊണ്ടിരിക്കണം. നമുക്ക് സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് വേണം കച്ചവടത്തിന് പോകാൻ. പിന്നെ കാടക്കൂട്ടി കയറണം. കാടകൾക്ക് വെള്ളം മാത്രമേ രാവിലെ കൊടുത്തുള്ളൂ. ഇനി ഫുഡ് കൊടുക്കണം, അത് ക്ലീൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് പണികളും ഉണ്ട് കേട്ടോ. അപ്പം മക്കൾ രാവിലെ സിറ്റിയിൽ പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അവർക്ക് കൊണ്ടുപോകാനുള്ള എന്തോ സാധനങ്ങൾ മേടിക്കണം. പിന്നെ ഇന്നൊരാൾക്ക് കമ്പ്യൂട്ടർ ക്ലാസ്സും ഉണ്ട് കേട്ടോ. അതുകൂടെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പം ഇന്നൂടെ ഉണ്ട് കമ്പ്യൂട്ടർ ക്ലാസ്. അപ്പോൾ ഇനി ഒരാഴ്ചത്തേക്ക് പോകുന്നില്ല. വന്നു കഴിഞ്ഞിട്ട് ഇനി കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകത്തുള്ളൂ കേട്ടോ. അപ്പം എന്താ അങ്ങനെ മക്കൾ പോകാനും റെഡി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ചപ്പാത്തിന്ന് വായി വന്ന് പൂരിക്കുള്ള മാവെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിരുന്നെല്ലാം ഉരുട്ടി നമ്മൾ പരത്തി റെഡിയാക്കി എടുത്തു കേട്ടോ. പരത്തുന്ന വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ചേർത്ത് എണ്ണ കൂട്ടി അല്പം ഒന്ന് കുഴച്ചെടുത്താൽ എളുപ്പമുണ്ട് കേട്ടോ പൂരിക്കുള്ള മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ മാവ് പരത്തലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇവിടെ തന്നെ ഇട്ടാണ് പരത്തുന്നത്. ഞാൻ പലകെ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. ഇവിടെ തന്നെ ഇടാൻ എളുപ്പമുണ്ട്. പരിപാടി എളുപ്പം തീരുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി തുടച്ചും പറക്കി ഇടുന്നതായതുകൊണ്ട് അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ടാണ് അവിടെ തന്നെ ഇട്ടുണ്ടാകുന്നത്. അപ്പം വീണ്ടും എന്താ ചെറുക്കായി എന്നെ വിളിക്കുന്നു. മീതേ കപ്പളത്തിൻ്റെ മണ്ടയിലും പെരമണ്ടയിലും ഒക്കെ ആയിട്ട് ഇത് ഞങ്ങൾ ഓർത്ത് കേട്ടോ പെരയൊക്കെ ഇന്ന് പൊളിച്ച് താഴെ ഇടുന്നു. അതുപോലെ ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പം എന്താ അടുത്ത വന്നത് നമ്മുടെ കപ്പളത്തേന്ന് പഴുത്ത് നിൽക്കുന്ന കപ്പളങ്ങ എല്ലാം പറിച്ച് താഴെ ഇടുവാണ് കേട്ടോ. ഇച്ചിരിച്ച തിന്നും, ബാക്കി പറിച്ച് താഴെ ഇടും. അത് തിന്നാനാണോ എന്താണോ ഒന്നും അറിയത്തില്ല. കണ്ടോ കയറുന്ന കയറ്റം കണ്ടോ. അപ്പോൾ എന്താണ് ഇനി അവരുടെ പണി നടക്കട്ടെ എന്ന് ഓർത്ത് ഇതാ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ കയ്യിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. ഇനി അവരുടെ പണി നടക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇട്ടിട്ട് ഞാൻ പിന്നെ വീണ്ടും അടുക്കളയിൽ കയറി വന്ന് പൂരി ഇടാൻ തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ ഓയിലാണ് കേട്ടോ പൂരി ഉണ്ടാക്കുന്നത്. സൺഫ്ലവർ ഓയിലല്ല, സാദാ ഓയിലാണ് കേട്ടോ. അതിൻ്റെ ഗോൾഡാന്ന് തോന്നുന്നു കേട്ടോ. പേര് മറന്നുപോയി കേട്ടോ. അപ്പം ചെറുക്കായല്ലേ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് കൂടുതലും കടയിലൊക്കെ പോകുന്ന ചെറുക്കായാണ് കേട്ടോ. ഇപ്പം പറയാതിരിക്കാൻ വയ്യ. അവനാണിപ്പോൾ എനിക്ക് ഏക ആശ്രയം കേട്ടോ. സാധനങ്ങൾ കൊണ്ടുതരാനും എടുക്കാനും ഈ കടയിൽ പോകാനും ഈ മുട്ടകൾ കടയിൽ കൊണ്ട് വെക്കാനും ഒക്കെ എൻ്റെ ചെറുക്കായാണ് ഓടുന്നത് കേട്ടോ. പിന്നെ പെൺപിള്ളേരെ ഇതിനെല്ലാത്തിനും ഓടിച്ചു വിടാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവനാണ് ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ അവനാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓടി നടന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അപ്പോൾ ഇന്നലെ ഇതാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നമുക്ക് പിന്നെ പൂരി ഉണ്ടാക്കാൻ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഓയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഗോതമ്പ് മാവ്, അതായത് ആശീർവാദിൻ്റെ ഗോതമ്പ് മാവാണ് മേടിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ അത് വെച്ച് തന്നെ പൂരിയിട്ട് മൈദയൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇത് മാവ് ആശീർവാദിൻ്റെ ഗോതമ്പ് മാവ് മാത്രം വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ പൂരി മുട്ടക്കറിയൊക്കെ എടുത്ത് വെച്ചു. മക്കളോടെടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് അടുത്ത പണി ചെയ്യാൻ വേണ്ടി അങ്ങനെ പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം വെട്ടി കൊല ഇരിപ്പുണ്ട്. ചെറുക്കായി വന്ന് കഴിക്കാൻ പോകുന്നു കേട്ടോ. ആദ്യം തന്നെ അവന് അത് കഴിഞ്ഞ് മക്കളെല്ലാം കഴിക്കാൻ വന്നപ്പോൾ ഞാൻ ഓർത്തുന്ന കുറച്ച് പാത്രം ഉണ്ടെല്ലാം കഴുകി പറക്കി അടുക്കളയെല്ലാം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിതാ ഈ രീതിയിൽ തന്നെ വെള്ളം കൊണ്ടുവന്ന് മുറ്റത്തുനിന്ന് എടുത്തുകൊണ്ടുവന്ന് ഈ രീതിയിൽ വേണം കഴുകി പറക്കി വെക്കാനും കേട്ടോ. ഇതെല്ലാം കഴുകി പറക്കി വെക്കണം, അടുക്കള വൃത്തിയാക്കണം, പെരക്കാവൊക്കെ തുടയ്ക്കണം. പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള കച്ചവടത്തിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മെല്ല് തന്നെയാണ് കേട്ടോ.
ഒരു ഇത് വൈകിട്ട് വന്നാലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ ഈ ഒറ്റയ്ക്ക് ജോലികളൊക്കെ ചെയ്യുകയും വേണം. എന്നാൽ മക്കളോട് എന്തായാലും ചെയ്തു തരാൻ ഹെൽപ്പിന് ചോദിക്കാൻ അവർക്ക് പഠിക്കാനും എടുക്കാനൊക്കെ പോകണമല്ലോ ഇപ്പോൾ. പിന്നെ അതും നേരമില്ല. പിന്നെ അവരോട് കയറി നിന്നാൽ പിന്നെ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ മിക്ക ജോലികളും ഞാൻ തന്നെ ചെയ്യാൻ തന്നെ ഞാൻ ശ്രമിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം തീർത്തും വയ്യാതായ പിന്നെയാണ് മക്കൾ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തു തരുന്നത് കേട്ടോ. എന്നെക്കൊണ്ട് അധിക ജോലിയൊന്നും ഇപ്പം അങ്ങനെ ചെയ്യിപ്പിക്കുന്നില്ല. എന്നാലും മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അടുക്കളയിലെ ഫുള്ള് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും. പിന്നെ മുറ്റം തൂക്കുന്നതോ, പിന്നെ തുണികൾ മെഷീനിലിട്ട് കഴുകും. പിന്നെ ചെറുക്കായുടെ തുണി ചെറുക്കായി തന്നെ കഴുകും. മക്കളുടെ തുണി പെൺമക്കളുടെ തുണി പെൺമക്കൾ തന്നെ കഴുകും. പിന്നെ എൻ്റെ തുണി ഞാൻ തന്നെ കഴുകും കേട്ടോ. എൻ്റെ തുണി ഇപ്പോഴും ഞാൻ അവരെ കൊണ്ട് കഴുകിക്കാൽ എൻ്റെ തുണി ഞാൻ തന്നെ കഴുകും. അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങനെ പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങനെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മൾ കൊണ്ടുപോകാനുള്ള മാങ്ങയും കാര്യങ്ങൾ റെഡിയാക്കിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഫാമിലിപരമായ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നത് നമ്മുടെ വിശേഷങ്ങൾ മാത്രമേ നമ്മൾ ഈ വോയിസിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. ഫാമിലിപരമായ കാര്യങ്ങളൊന്നും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നില്ല, പല വീഡിയോയിൽ പല കമൻറ്റുകളും വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഫാമിലിപരമായ പ്രശ്നങ്ങളൊന്നും ചോദിക്കരുത് എന്ന് കേട്ടോ. പിന്നെ ഇത് ഡെയിലി വ്ലോഗ് ആയതുകൊണ്ടും അല്ല പിന്നെ നമ്മുടെ ചെറിയൊരു വ്ലോഗായിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വിടുന്നത് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ വലിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മക്കളുടെ റിസൾട്ട് വരാറായി കേട്ടോ. 2 പേരും ഒന്നിച്ച് 10ാം ക്ലാസ്സിൽ എഴുതി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ. അതിന് നമ്മൾ മാങ്ങയെല്ലാം കഴുകി റെഡിയാക്കി എടുത്തു. അതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ കഴുകി പൈനാപ്പിൾ ചെത്തി റെഡിയാക്കാൻ പോവാണ് കേട്ടോ. ഇതെല്ലാം റെഡിയാക്കിയിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കിയിട്ട് എല്ലാം വരുമ്പോഴത്തേക്ക് ഉറുമ്പ് കയറി നാശമാക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഉറുമ്പായിരുന്നു കേട്ടോ. ഒരിടയ്ക്ക് വീടുകളിലെല്ലാം ഉറുമ്പ് വരുമായിരുന്നല്ലോ. അപ്പോഴത്തേക്ക് ഞാനൊരു മരുന്ന് കൊണ്ട് അടിച്ചു. അതിൽ പിന്നെ വലിയ ഉറുമ്പ് ശല്യമില്ല. ഓയിൽ പെരയ്ക്കകത്ത് കാണിക്കാൻ പറ്റത്തില്ല, അപ്പോൾ ഉറുമ്പ് വരുമായിരുന്നു കേട്ടോ. ഇപ്പം വലിയ കുഴപ്പമില്ലായിരിക്കുന്നു. ആ മരുന്ന് അടിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല, വലിയ കുഴപ്പമില്ല കേട്ടോ ഇപ്പം. അങ്ങനെ നമ്മൾ കൊണ്ടുപോകാനുള്ള പൈനാപ്പിളൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ 5-6 ഇവിടുന്ന് ചെത്തിക്കൊണ്ട് പോകും. ബാക്കി തീരുന്നതനുസരിച്ച് നമ്മൾ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് പോയിരുന്ന് ചെത്തുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ മുറിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടുന്ന് ചെത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ രാവിലെ പൈനാപ്പിൾ ഇത് നല്ലൊരു മണമുണ്ടല്ലോ അല്ലേ. പക്ഷേ ഇതിൻ്റെ നമ്മൾ മണം അടിച്ചാൽ നമ്മൾ ഡെയിലി ചെത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് തിന്നാനുള്ള ഒരു നേരത്തെയൊക്കെ പൈനാപ്പിളൊക്കെ കാണുമ്പോൾ നമുക്ക് തിന്നണമല്ലേ, മാങ്ങയിൽ ഉപ്പിട്ട് തിന്നണം. പൈനാപ്പിൾ ഉപ്പിലിട്ട് ഇങ്ങനെ ഉപ്പും മുളകും കൂടി ഇട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പം തിന്നാൻ തോന്നും അല്ലേ. നമ്മളിത് ഡെയിലി എടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു തിന്നാനുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല, ഒരു മൂടൊന്നും ഇല്ല കേട്ടോ. ചെറുക്കായി നമുക്കിന്ന് ചെറുക്കായാണ് ഇന്ന് എനിക്ക് മുറ്റം തൂത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കള ഇതൊക്കെ പണി തൂക്കുന്ന ഒച്ച കേട്ടു കേട്ടോ. അപ്പോൾ ഞാനോർത്ത് പെൺമക്കളായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇന്ന് ചെറുക്കായാണ് തൂക്കുന്നത് കേട്ടോ. അപ്പം അവനിന്ന് അപ്പം ഞാൻ നേരത്തെ തുണിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെടുത്ത് മക്കളെടുത്ത് മെഷീനിൽ നിന്ന് എടുത്ത് വിരിക്കുകയും പറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അവൻ വീഡിയോ എടുക്കുന്നതിന് അവൻ മാറി നിൽക്കുകയാണ്, അവൻ നോക്കിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ എന്നെ കണ്ടു, അങ്ങനെ അവൻ മറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് നോക്കി നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ കയറിപ്പോയി. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് റെഡിയായി. നമ്മൾ പോകാൻ റെഡി ആയപ്പോഴത്തേക്ക് എന്നാൽ ശ്വാസം മുട്ടലുണ്ടെന്ന് പറഞ്ഞല്ലോ, അന്നൊരു ആവിയും കൂടെ പിടിച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ട് ആവി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ തലവഴി മൂടാൻ ചേർക്കാൻ ഇത് നമുക്ക് ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇങ്ങനെ മതിയെന്ന് പറഞ്ഞ് നമ്മൾ ആവിയൊക്കെ പിടിച്ചു. അങ്ങനെ നമ്മൾ പിന്നീട് മെട്ടിൽ കയറി കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് വന്നു കേട്ടോ. അപ്പോൾ ഇട്ടിരുന്ന ചുരിദാറൊന്നും മാറേണ്ടി വന്നു കേട്ടോ. ആദ്യം ഒന്ന് എടുത്തിട്ടതായിരുന്നേ. അപ്പോൾ അതിൻ്റെ സൈഡ് ഇച്ചിരി കീറിയിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ അത് മാറിയിട്ട് വേറെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ കച്ചവടം ചെയ്ത സ്ഥലത്ത് വന്നു. ഞാൻ പറഞ്ഞില്ലേ വന്നു പറഞ്ഞാൽ നമ്മൾ ചെത്തിക്കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇതുപോലെ അരിഞ്ഞു വെക്കും കേട്ടോ. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് എടുത്തു കൊടുക്കാൻ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.